ആദ്യമായി ഈ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന വേളയിൽ എന്നെ കൊണ്ടുവന്നത് എനിക്കൊരു അംഗീകാരമായും അഭിമാനമായും ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് അക്കാഡമിക് ആൻഡ് അക്രഡിറ്റേഷൻ വകുപ്പിൽ വളരെ വർഷങ്ങളായി ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യോഗ അസോസിയേഷനുമായി സഹകരിച്ച് ആർഷയോഗ ഗുരുകുലം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായതിനാൽ ഇന്നത്തെ ദിവസം അധ്യാപക ദിനമാണെന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്നു. യോഗ ടീച്ചർമാർക്കും തെറാപ്പിസ്റ്റുകൾക്കുമുള്ള ഒരു പ്രോഗ്രാം തുടങ്ങുവാൻ പറ്റിയ പ്രതീകാത്മകമായ ശുഭദിനം കൂടിയാണിന്ന്. ഈ ദിവസത്തിൽ തന്നെ ഇത് തുടങ്ങുന്നത് നമ്മുടെ ഭാഗ്യം കൂടിയാണ്. എന്നെ ഈ സദസ്സിലേക്ക് കൊണ്ടുവന്ന ഹർലാൽജിക്കും രവിക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞാനിന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന വേളയിൽ എൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. ആദ്യമായി പറയട്ടെ, ഒരു യഥാർത്ഥ അധ്യാപകൻ ഭാഗികമായി ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അതിനാൽ തന്നെ പഠനത്തിനും വളർച്ചയ്ക്കും ഒരു അവസാനമില്ല. വിരോധാഭാസമെന്ന് പറയട്ടെ, പ്രത്യേകിച്ച് യോഗയുടെ തലത്തിൽ അറിവ് വർദ്ധിക്കും തോറും അജ്ഞതയും വർദ്ധിച്ചു വരുന്നതായി തോന്നാം. കാരണം നമ്മൾ കൂടുതൽ അറിയും തോറും നമ്മളുടെ അജ്ഞതയെക്കുറിച്ച് നമ്മൾ അറിയുന്നു. നമ്മളുടെ അജ്ഞതയുടെ ആഴമറിയലായി മാറുന്നു വിദ്യാഭ്യാസം എന്നത് ഒരു വിരോധാഭാസമായി തോന്നാം. യോഗയുടെ ലോകം അനന്തമാണ്. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മൾ പറയും, എനിക്കറിയാം. അറിയപ്പെടുന്ന മിസ്റ്റിക്കായ ഗുർജിയൻസ് പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഏറ്റവും വലിയ നുണയാണ് എനിക്കറിയാം എന്ന രണ്ട് വാക്കുകൾ. കാരണം അറിവിൻ്റെ ലോകത്ത് നമുക്ക് പഠിച്ചെടുക്കാവുന്നത് വെറും നാമമാത്രം. എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം ഇനിയും പഠിക്കുവാനുണ്ടാകും. അതൊരു അക്ഷയപാത്രം പോലെയാണ്. എത്ര എടുത്താലും പിന്നെയും ബാക്കി. എൻ്റെ 25 വർഷത്തെ അനുഭവത്തിൽ എന്നെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഒരിക്കൽ ഒരു യോഗ കോഴ്സ് ചെയ്ത്, അത് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ് ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, PhD ആയിക്കോട്ടെ, ക്ലാസുകൾ എടുക്കുവാൻ തുടങ്ങിയാൽ അവൻ്റെ വളർച്ച മുരടിക്കുന്നു എന്നതാണ്. അവൻ ക്ലാസുകൾ എടുക്കുന്നതിൽ വ്യാപൃതനായി അവൻ്റെ പഠനത്തിൽ അവന് ശ്രദ്ധ കൊടുക്കാറില്ല. അവൻ്റെ കയ്യിലുള്ള പരിമിതമായ അറിവ് മാത്രമാണ് നിരന്തരം ഉപയോഗിക്കുന്നത്. യോഗ അധ്യാപകൻ വളരുന്നില്ല എന്നത് വളരെ പരിതാപകരമാണ്. പൂർണ്ണമായും അവൻ്റെ വളർച്ച മുരടിക്കുന്നു. ഇതിന് ഉപോത്ബലമായി പതഞ്ജലി പറയുന്നത് എന്തെന്നാൽ, ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ ദൃഢഭൂമി. ഒരുവൻ ദീർഘകാലം നിരന്തരമായി പഠനത്തിൽ ശുദ്ധശ്രദ്ധ ചെലുത്തിയാലേ അവനൊരു അടിസ്ഥാനം സ്ഥാപിതമാകൂ. ഇതാണ് ഒരു സാധകന് അടിസ്ഥാന സ്ഥിതി ലഭിക്കുവാൻ പതഞ്ജലി ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങൾ.
നിർഭാഗ്യവശാൽ യോഗ പഠിക്കുവാൻ തുടങ്ങുന്ന സമയം, യോഗ പഠിപ്പിക്കുവാൻ തുടങ്ങുന്ന സമയം കൂടുതൽ പഠിക്കുവാനുള്ള താല്പര്യമോ സമയമോ സ്ഥലമോ ഇല്ലാത്ത അവസ്ഥയാണെന്നുള്ളത്. അതിനാൽ പഠനം പൂർണ്ണമായും നിലയ്ക്കുന്നു. ഈ സന്ദർഭത്തിൽ ആർഷയോഗ ഗുരുകുലത്തിൻ്റെ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന ഈ ഉദ്യമം വളരെ അധികം അഭിനന്ദിക്കേണ്ട ഒന്നാണെന്ന് ഞാൻ പറയുന്നത്. ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിൽ ഒരു ഡോക്ടറോ വക്കീലോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ എഞ്ചിനീയറോ എല്ലാവരും തന്നെ അവരവരുടെ ഫീൽഡിൽ വർഷാവർഷം അറിവും വൈദഗ്ധ്യവും പുതുക്കേണ്ടതുണ്ട്. ഒരു യോഗ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഒരുവൻ അവൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഗവേഷണങ്ങൾ അറിയാതെ പോയാൽ കാലഹരണപ്പെട്ട അറിവുകളുമായിട്ടായിരിക്കും അവൻ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. 10-12 വർഷം പഴക്കമുള്ള അറിവുകൾ ആയിരിക്കും അവനിലുണ്ടായിരിക്കുക. ഈ അവസരത്തിലാണ് ആർഷയോഗയുടെ ഈ സംരംഭം യോഗ ടീച്ചർമാർക്കും തെറാപ്പിസ്റ്റുകൾക്കും ആവശ്യമായ ഒരു തനത് സംരംഭമായി കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീരുന്നത്. യോഗയുടെ പാതയിൽ വഴിവെട്ടിത്തെളിച്ച അറിവുകൾ പുനർപഠനം നടത്തിയ ഒരു കൂട്ടം ആചാര്യന്മാരുടെ കീഴിൽ യോഗ അധ്യാപകർക്ക് തങ്ങളുടെ അറിവുകളെ പരിപോഷിപ്പിക്കുവാനും വളരുവാനും ഇത്തരം പരിപാടികൾക്ക് കഴിയും. എൻ്റെ നിരീക്ഷണത്തിൽ ഈ വിഷയത്തിൽ വളരെ യോഗ്യത നേടിയവരും സ്വയം പുനർപഠനം നടത്തിയവരുമായ ക്ലാസ് എടുക്കുന്ന പ്രഗത്ഭരുടെ കൈകളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഒരു യോഗാധ്യാപകൻ, യോഗ ചികിത്സകൻ എന്ന നിലയിൽ ഉയർന്നു പോകുവാൻ സാധിക്കും. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ. തത്വശാസ്ത്രത്തെ സമീപിക്കുമ്പോൾ നമ്മളുടെ അറിവും ധാരണയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം. അറിവെന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തിൽ ഒതുങ്ങുന്ന ഒന്നാണ്. എന്നാൽ ധാരണ എന്നത് നിരന്തരം വളരുന്ന ഒന്നാണ്. അറിവ് എപ്പോഴും ലംബമായ വളർച്ചയാണ്. ധാരണ എന്നത് തിരശ്ചീനവും ആഴത്തിലുള്ളതുമാണ്. അനുബന്ധ വിഷയങ്ങൾ പഠിക്കുമ്പോഴാണ് ധാരണ കൂടുതൽ ദൃഢമാകുന്നത്. ഞാനൊരു വ്യക്തമായ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് പതഞ്ജലിയുടെ യോഗദർശനം പഠിക്കുമ്പോൾ യോഗസൂത്രത്തിൻ്റെ ധാരാളം വ്യാഖ്യാനങ്ങളിൽ നിന്നും നമുക്ക് ഒരു സാമാന്യ അറിവ് ലഭിക്കാം. എന്നാൽ സാഖ്യവും വേദാന്തവും മീമാംസവും ന്യായം, വൈശേഷികം, എന്തിന് ബുദ്ധിസവും ജൈനസവും മറ്റു തത്വദർശനങ്ങളും അറിയില്ലെങ്കിൽ നമ്മുടെ യോഗദർശനത്തിൽ അറിവ് പരിമിതമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് യോഗ തെറാപ്പിയിൽ ആഴത്തിലുള്ള അറിവ് ലഭിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രകൃതി ചികിത്സ, ആയുർവേദം, ഹോമിയോപ്പതി, പ്രാണിക് ഹീലിംഗ്, അലോപ്പതി എന്നീ വിഷയങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നോക്കൂ, ഞാനൊരു കായിക താരമായിരുന്നു. 17 വർഷം കൊണ്ട് ഞാൻ ഫുട്ബോളിൻ്റെ വളരെ ഉയരത്തിലെത്തി. 6 നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ചൊക്കല ഗോൾഡ് ട്രോഫിക്കായി ഞാൻ എല്ലാ വർഷവും തൃശ്ശൂരിൽ വരുമായിരുന്നു. നിർഭാഗ്യവശാൽ കുറച്ചു കാലം മുമ്പ് അത് നിന്നുപോയി. കോഴിക്കോട് സേത് നാഥ്ജി ട്രോഫി, തിരുവനന്തപുരത്തിൽ GV രാജ ട്രോഫി, കേരളത്തിൽ ഞാൻ നിരന്തരമായി വന്നിരുന്നു. ഒരു കായിക താരമെന്ന നിലയിൽ എന്താണ് ഫിറ്റ്നസ് എന്ന് എനിക്ക് ധാരണയുണ്ടായിരുന്നു. ആ ധാരണ എനിക്ക് യോഗാസനങ്ങൾക്ക് എന്തു സംഭാവന നൽകുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുവാൻ സഹായിച്ചു. അപ്പോൾ യോഗാസനങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ഞാൻ അവകാശപ്പെടാതായി. അത് ശരിയല്ല.
ഞാൻ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് അഭിപ്രായം പറയൂ. കാരണം വ്യത്യസ്ത രീതികൾക്ക് വ്യത്യസ്ത സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് യോഗ മാത്രമേ അറിയുകയുള്ളൂ എങ്കിൽ യോഗ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് ഞാൻ പറഞ്ഞേനെ. യഥാർത്ഥ ജീവിതത്തിൽ അതിന് യാതൊരു ന്യായീകരണവുമില്ല. ഒരു യോഗാധ്യാപകൻ അല്ലെങ്കിൽ യോഗ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ആ വിഷയങ്ങളിലുള്ള നമ്മുടെ ധാരണ വളരണം. ശരിയായ വിഷയങ്ങൾ പഠിച്ചാലേ ആ വളർച്ച ഉണ്ടാകൂ. ഈ 18 ദിനങ്ങളിലായി 1.5 മാസത്തെ FDP പാഠ്യപദ്ധതി നോക്കിയപ്പോൾ യോഗ തെറാപ്പി, യോഗയും പ്രകൃതി ചികിത്സയും, യോഗയും അലോപ്പതിയും, യോഗയും ആയുർവേദവും, യോഗ സൈക്കോളജി, യോഗ ഫിലോസഫി, പതഞ്ജലി യോഗ, യോഗ ഗ്രന്ഥങ്ങൾ എന്നീ വിഷയങ്ങളാൽ സമ്പന്നമാണിത്. നിങ്ങളുടെ വീക്ഷണം വിശാലമാക്കിയാലേ നിങ്ങൾക്ക് യോഗയിൽ ആഴത്തിൽ പോകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൂപമണ്ഡൂകങ്ങൾ പോലെയാണ്. പൊട്ടക്കിണറ്റിലെ തവളയ്ക്ക് കിണറ്റിലെ കാര്യങ്ങൾ മാത്രമേ അറിയൂ. പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. കിണറ്റിൽ നിന്നും പുറത്തു വരുവാനുള്ള സമയമാണിത്. ലോകത്തെ നോക്കൂ, അറിവിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പോകൂ. ഈ തലത്തിൽ ഈ FDP ഏറ്റവും നല്ല പ്രോഗ്രാമാണെന്ന് ഞാൻ പറയും. ഇതു യാഥാർത്ഥ്യമാക്കിയ മറ്റുള്ളവർക്കൊരു ഉത്തമ വഴികാട്ടിയ ഹരിലാൽജി, ഹേമാജി, ഷൈജുജി, കേരള ചാപ്റ്റർ എന്നിവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഭാവിയിൽ മറ്റു അസോസിയേറ്റർ സെന്ററുകൾക്ക്, മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഈ വഴിക്ക് വരും. നിങ്ങൾ ഒരു ഉയർന്ന ചുവടാണ് വെച്ചത്. ആർഷയോഗ ഗുരുകുലത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അതുപോലെ ഗുരുകുലത്തിൻ്റെ പ്രഗത്ഭ അധ്യാപകരുടെയും മാർഗനിർദ്ദേശത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും പരമാവധി ഗുണം ലഭിക്കട്ടെയെന്നും വളരട്ടെയെന്നും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഹരിലാൽജിക്കും ആർഷയോഗ ഗുരുകുലത്തിനും ഹേമാജിക്കും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു, വിജയം നേരുന്നു. Let your endeavor be full of success. Thank you very much.